വാച്ച് ജനു കൊട്ടെടുക്കുക. ടാറ്റാ ടാടാ ടിക്ക. ഗയ്സ് എൻ്റെ വാച്ച് കൊട്ടെടുത്തു. എന്നാ ബോൾ തരും കളിക്കാൻ. ചൂടത്തി. ശീലണ്ടേ ഹലോ, അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖനല്ല എല്ലാവർക്കും. ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നാണെങ്കിൽ നല്ല മഴയേനു കേട്ടോ. അന്നത്തെ ദിവസം ഫുൾ ഡേ മഴയേനു. അപ്പോൾ രാവിലെ തന്നെ നല്ല മഴയൊക്കെ പെയ്തപ്പോൾ ഇന്നിപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് സ്പെഷ്യലൊക്കെ ഒന്ന് ഉണ്ടാക്കിയാലോ എന്നൊരു തോന്നൽ. കുട്ടികളും കുഞ്ഞുട്ടിയൊക്കെ വീട്ടിൽ തന്നെ ഉണ്ട് കേട്ടോ. അന്ന് നല്ല മഴ ആയതുകൊണ്ട് തന്നെ കുഞ്ഞുട്ടിക്ക് ലീവ് കഴിഞ്ഞു. പിന്നെ കുട്ടികളെ ഞാൻ സ്കൂൾക്കും മദ്രസ്ക്കും ഒന്നും പറഞ്ഞയച്ചില്ല കേട്ടോ. ഭയങ്കര മഴ, ഒരു തുള്ളി മുറിയാത്ത മഴ എന്ന് പറയും പോലെ. പിറ്റത്തെ ദിവസം സ്കൂളൊക്കെ ലീവ് കഴിഞ്ഞു കേട്ടോ. അന്ന് വലിയ മഴയൊക്കെ ഉണ്ടായിട്ടില്ല. അപ്പം എന്നാൽ മഴയൊക്കെ ഉള്ള ആ ഒരു ദിവസത്തെ വീഡിയോ കണ്ടാൽ നമുക്ക് സ്പെഷ്യൽ എന്താന്ന് ഉണ്ടാക്കി തുടങ്ങിയാലോ. അപ്പം നമ്മളെ സ്പെഷ്യലിന് വേണ്ടിയിട്ട് കുറച്ച് ചെറുള്ളി വേണം കേട്ടോ. അപ്പം ആദ്യം തന്നെ ചെറുള്ളി എടുക്കുകയാണ്. അപ്പോൾ തന്നെ മനസ്സിലായിരിക്കും എന്തേകാരപ്പം സ്പെഷ്യൽ എന്നുള്ളത്. തേങ്ങാച്ചോറല്ലേ എന്ന് നിങ്ങൾ പറയും. തേങ്ങാച്ചോറ് തന്നെയാണ് കേട്ടോ. അപ്പം ഇന്നിപ്പോൾ സ്പെഷ്യലിന് അത്ര വലിയൊരു ഇതൊന്നുമില്ല. കാരണം ചിക്കന്, ബീഫ് ഈ വക സംഭവങ്ങളൊന്നും നമുക്ക് കൂട്ടാൻ പറ്റൂലല്ലോ. എന്നാലിപ്പോൾ നമുക്ക് ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഒരു സ്പെഷ്യൽ അങ്ങോട്ട് ആക്കി എടുക്കാം. എനിക്ക് ഈ തേങ്ങാച്ചോറ് ഉണ്ടാക്കുന്ന കാര്യത്തിൽ ഈ ഉള്ളി അരിയുന്ന പരിപാടി മാത്രമാണ് കേട്ടോ ദേഷ്യമുള്ളത്. പിന്നിപ്പോൾ ദേഷ്യമാണെന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കാതെ എന്നിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ കുറച്ചൊന്ന് കഷ്ടപ്പെട്ട നല്ല ഫുഡൊക്കെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ അത് മക്കൾക്കും ഹാപ്പിയാണ്, ഞമ്മക്കും തന്നെ അത് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ഒരു ഹാപ്പിയാണല്ലോ. അതിൻ്റെ അടുത്ത് മഴ ഒന്ന് തോന്നുമ്പോൾ ഞാനൊന്ന് പുറത്തിറങ്ങിയതാണ് കേട്ടോ. ഒന്ന് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ട്. വാച്ച് ജനു കൊട്ടെടുക്കുക. ടാറ്റാ ടാടാ ടാടാ. ഒന്ന് പിടിച്ചോട്ടെ, ഞാനൊന്ന് ഗയ്സ് എൻ്റെ വാച്ച് കട്ടെടുത്ത് ഇട്ടുക. ഗയ്സ് എൻ്റെ വാച്ച് കട്ടെടുത്ത് ഇവൻ കമ്മലോകട്ടെ സ്വർണ്ണം എടി എടുത്ത ചായ എന്തെങ്കിലും വല്ല പരിപാടിക്കൊക്കെ ഇടാ. കഞ്ഞിപ്പേര് ജനുക്ക് ഇട്ടെടുത്താലോ. ജനു കാത് കിട്ടാനേ ആയിട്ടില്ല. തന്നിത്തോരോളെ തുന്നിക്കിടാവേ നല്ലേ വേണേ. നിയൻകുട്ടിക്ക് കഴിഞ്ഞ ദിവസം വാങ്ങിയിട്ടുണ്ടായിരുന്നൊരു വാച്ച് കഴിഞ്ഞിട്ട് അത് കണ്ടപ്പോൾ മുതൽ സെനിമോന് വാങ്ങി കൈമടും പിന്നോക്ക് കൊടുക്കൂല കേട്ടോ. കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ട്. ഇനി അതുകൊണ്ട് തന്നെ സെനിമോനെ അത് നന്നായി അങ്ങോട്ട് ബോധിച്ചിട്ടുണ്ട് കേട്ടോ. ഓളോനെ കാണാതെ എവിടെയെങ്കിലൊക്കെ കൊണ്ടുപോയി പാത്ത് കിട്ടോ. പിന്നെ ഓൻ്റെ മുന്നിൽ തന്നെ എങ്ങനെയെങ്കിലും ഓളെ എടുത്ത് കൊണ്ടുവരും. ഓനെ കണ്ടപ്പോൾ അതിന് കച്ചറ ഉണ്ടാക്കിയിട്ട് വാങ്ങും കേട്ടോ. അപ്പോൾ അത് കൈമിട്ട് അതിങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇടയ്ക്ക് ഓല് കഴിച്ചിനോടത്തൊന്ന് പോയി നോക്കിയതാണ് കേട്ടോ. അപ്പം നമുക്ക് നമ്മളെ പണിക്ക് തന്നെ തിരിച്ചു വരാം. അപ്പോൾ ആദ്യം ഉണ്ടാക്കുന്നതിന് മുന്നേ കുറച്ച് പെരിഞ്ചീരകം പൊടിച്ച് വെക്കാനുണ്ട്. അപ്പോൾ അതൊന്ന് വേഗം പൊടിച്ച് വെക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. കുറച്ച് ദിവസമായി അത് പൊടിക്കാൻ ഇങ്ങനെ മടിച്ച് നിൽക്കണം കേട്ടോ. പിന്നെ എന്തെങ്കിലുമൊക്കെ ആയിക്ക് ഇടാൻ പെരിഞ്ചീരകം ഇടണ എന്തെങ്കിലും റെസിപ്പി ഉണ്ടാക്കുമ്പോഴേക്കാരം നമുക്ക് പൊടിച്ച് വെച്ചില്ലല്ലോ എന്ന് ഓർമ്മയില്ല. അപ്പോൾ ഇന്നത്തെ ഇതിക്ക് എന്തായാലും വേണം. അപ്പോൾ പിന്നെ വേഗം ഒന്ന് പൊടിച്ച് വെക്കാമെന്ന് കരുതിയിട്ട് പൊടിച്ച് വെക്കാൻ കേട്ടോ. ഞാൻ ചൂടാക്കിയിട്ടൊന്നുമില്ല, അതിനും ഒരു ചെറിയൊരു മടി. അപ്പം ഞാനത് പൊടിച്ചെടുക്കുന്ന നേരം കൊണ്ട് പുറത്തെ ആ ഒരു പ്രകൃതി ഭംഗിയൊക്കെ കാണാൻ ഇഷ്ടമുള്ള പോലെ കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ക്യാമറ ആ ഭാഗത്തൊക്കെ കൊണ്ടുപോയി തിരിച്ചു വെച്ചതാണ് കേട്ടോ. അപ്പം നമ്മൾ റെസിപ്പി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ സവാള, തക്കാളി, പച്ചമുളകൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ കുക്കർക്ക് ചേർത്ത് കൊടുക്കുകയാണ്.
എന്തായിരിക്കും ഇപ്പോൾ സ്പെഷ്യൽ എന്ന് വെച്ചാൽ നമ്മളെ സോയാ ചങ്ക്സ് തന്നെയാണ് കേട്ടോ. ഇപ്പോൾ അത് വെച്ചിട്ടാണ് ഫുൾ പരിപാടി. അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ കേട്ടോ. പിന്നെ നമ്മൾ ഇറച്ചിക്കറിയൊക്കെ വെക്കുമ്പോഴാണ് വെക്കാൻ ഉദ്ദേശിക്കുന്നത്. കുറച്ച് മല്ലിപ്പൊടി, പിന്നെ കുറച്ച് പെരിഞ്ചീരകത്തിൻ്റെ പൊടി, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ ഇപ്പം എന്തൊക്കെയായിരുന്നു, പിന്നെ കുറച്ച് ചിക്കൻ മസാല ചേർത്തിട്ടുണ്ടായിരുന്നു, കുറച്ച് ഗരം മസാലയൊക്കെ ചേർത്തിട്ടുണ്ടായിനി കേട്ടോ. അപ്പം സോയ ഞാൻ തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിനി. പിന്നെ അതാ അതിൻ്റെ നെട്ടും ബോൾട്ടൊക്കെ മുറുക്കാൻ വേണ്ടിയിട്ട് അജു വന്നിട്ട് എൻ്റെ കൂടെ സഹായിച്ചു തരുന്നത്. ഇന്നിപ്പോൾ നല്ല മഴയും ആണ് പറഞ്ഞില്ലേ, അപ്പോൾ പുറത്തേക്കൊന്നും ഇറങ്ങാൻ വയ്യല്ലോ. അപ്പോൾ അതുകൊണ്ട് എൻ്റെ പിന്നാലെ ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ അപ്പോൾ പണി. ഇത് ഇവിടെ സ്ഥിരം കഴിച്ചാണ് കേട്ടോ. ഒന്നും ഇങ്ങോട്ട് തോണ്ടും, പിന്നെ ഒന്ന് അങ്ങോട്ട് കൊട്ടും, പിന്നെ ഒന്ന് നാലങ്ങോട്ട് കിട്ടും എന്ന് പറഞ്ഞ മാതിരി രണ്ടാളും എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇങ്ങനെ തല്ലുകൂടി കൊണ്ടാണ് കേട്ടോ. ഒന്നുകൂടി പറഞ്ഞോ. ഈ ചെറിയ കുട്ടികളെ എങ്ങനെ ചീത്ത പറയുന്നു ടീച്ചറെ? ഒരു 2 കുഞ്ഞു കുട്ടികളല്ലേ. മതിയായിരിക്കും നിന്നോണ്ടിട്ടോ. ചൂടത്തി ടീച്ചറാണ്. ടീച്ചർ ബോർഡിൽ എന്തെങ്കിലുമൊക്കെ എഴുതി കൊടുക്കും ടീച്ചർ. അപ്പം ഇനി നമുക്ക് തേങ്ങാച്ചോറ് ഉണ്ടാക്കിയെടുക്കാം. ഞാൻ ഉള്ളിയൊക്കെ തൊലിച്ച് വെച്ചിട്ട് കുറച്ച് സമയം ആയിട്ടുണ്ടേനി കേട്ടോ. അപ്പം അതൊന്ന് കേക്കിക്കൊണ്ടുവന്ന് അരിഞ്ഞെടുക്കുകയാണ്. സെനിമോൻ എൻ്റെ കൂടെ തന്നെ ഉണ്ട് കേട്ടോ. കുറച്ചു നേരമൊക്കെ ഉള്ളൂ കേട്ടോ മറ്റുള്ളവരുടെ ഇരുത്തുക. ഓലപ്പം കുറച്ചു നേരമൊക്കെ കൂട്ടും. അപ്പോൾ അപ്പോഴത്തേന് ഓലത്തെ എന്തെങ്കിലുമൊക്കെ അങ്ങോട്ട് വലിച്ചിട്ടിട്ട് ഇങ്ങോട്ട് വലിച്ചിട്ടിട്ട് അവിടെ കച്ചറ ഉണ്ടാക്കും. അപ്പോൾ പിന്നെ വല്ല അടുക്കളയിൽ എൻ്റെ അടുത്ത് കൊണ്ടുവന്നാക്കി പോകും കേട്ടോ. അപ്പോൾ ആ പാത്രത്തിൽ ഒരു ഉള്ളി ഇട്ട് കൊടുത്തിക്കണ്. അപ്പോൾ അതുകൊണ്ട് വട്ടം കറക്കിയിട്ടൊക്കെ അങ്ങനെ ഇരിക്കണം കേട്ടോ. ഓനും ഇന്ന് നല്ല മഴയായതുകൊണ്ട് പുറത്തിറങ്ങാൻ അയക്കാത്ത വിഷമത്തിലാണ് കേട്ടോ ഓനും ഇരിക്കണത്. അത് തേങ്ങ കട്ടുന്നണ് ജനുമോൻ തേങ്ങ കട്ട് തിന്നുക. അല്ല എവിടെ കാരണത് കിട്ടണുണ്ടോ? അല്ല ഒരു കല്ലനെ പിടിച്ചിട്ടുണ്ട്. കല്ലനെ പിടിച്ചോളി, പിള്ളേരെ പിടിച്ചോളിയോ. കിട്ടുന്നുണ്ടല്ലോ വാച്ചുണ്ണേ. ഒരു ചേങ്ങ കട്ടിട്ട് ഇന്നെ കള്ളനാണ് ഇട്ടിട്ട് കട്ട് തിന്നു. അപ്പോൾ തേങ്ങ കിട്ടാൻ കുറച്ചൊന്ന് സോപ്പിട്ടൊക്കെ വേറെ സാധനമൊക്കെ കളിച്ചാൽ പകരം കൊടുത്ത് ഞാൻ തേങ്ങ വാങ്ങിയെടുക്കുന്നു കേട്ടോ. അപ്പോൾ തേങ്ങാ ചോറ്റക്കുള്ള തേങ്ങയാണ് ചിരകിയിരിക്കുന്നത്. അപ്പോൾ ടീച്ചറെ പഠിത്തമൊക്കെ കഴിഞ്ഞ് ടീച്ചർ വീട്ടിലെത്തിയെന്ന് തോന്നുന്നുണ്ട്. ഇപ്പോൾ രണ്ടാളും ഇവിടെ ഇരുന്നിട്ട് മഴ പെയ്യണത് കാണുന്നുണ്ട്. ഇവിടെ ഇരുന്നിട്ട് എന്തൊക്കെയോ പാത്രങ്ങളൊക്കെ ആയിട്ട് കളിക്കുന്നുണ്ട് കേട്ടോ. അല്ലെ കളിച്ചിൻ്റെ പാത്രങ്ങളൊക്കെ ആയിട്ട്. ഈ കുട്ടി പിന്നെ കുക്കിങ്ങിലൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആണല്ലോ. ഇപ്പോൾ ഇതുവരെ ടീച്ചിങ് ഇനിയിപ്പോൾ കുക്കിംഗ് ആയിക്കണം കേട്ടോ. പത്തിരി നോക്കട്ടെ. മാവ് കഴിച്ചോ പത്തിരിക്കില്ലേ? പത്തിരി ഉണ്ടാക്കാൻ നെക്സ്റ്റ് ആള് വരുന്നുണ്ട് കേട്ടോ. ചപ്പാത്തി പൊടി കടയൊന്നും പറയാൻ പറ്റൂലേ? ചപ്പാത്തി പൊടിയേക്ക് ഞാൻ പുതിയ കാർഡ് ഇല്ല, പുതിയ കാറ് വാങ്ങിയിട്ടില്ല. മഴയൊക്കെ ഇങ്ങനെ പെയ്യണതുകൊണ്ട് പുറത്ത് പോയിട്ട് വിറക് കൊണ്ടുവരാനൊക്കെ ഒരു മടി. അപ്പോൾ പിന്നെ ഞാൻ ഗ്യാസുമ്മ വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കലത്തത്തെ വെള്ളമൊക്കെ മാറ്റി വെച്ചിരിക്കണം കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ തേങ്ങാച്ചോറ് ഉണ്ടാക്കുന്നത് ഈ കലത്തിലാണ് കേട്ടോ. ഗ്യാസുമ്മ വെച്ചിട്ടാണ്. പെട്ടെന്ന് വേവണ അരിയാണ്. പിന്നെ നമ്മൾ ചെറുള്ളിയും തേങ്ങയും ഒക്കെ ചേർത്ത് കൊടുത്തു. വെള്ളമൊക്കെ പിന്നെ കമ്മട്ടത്തിനാണ് കേട്ടോ. ഒരു മട്ടത്തിനങ്ങോട്ട് ഒഴിക്കും. എന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും ഒഴിച്ചു കൊടുക്കും. അങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കൽ. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഞാൻ തേങ്ങാച്ചോറ്റക്ക് ഉലുവ ചേർത്ത് കൊടുക്കും കേട്ടോ. ഇങ്ങനെയാണ് ഞാൻ തേങ്ങാച്ചോറ് ഉണ്ടാക്കിയെടുക്കട്ടോ. പലരും പല രീതിയിലാണ്. ചിലർ മഞ്ഞൾപ്പൊടി ചേർക്കും, ചിലർ തേങ്ങാപ്പാലിൽ വേവിച്ചെടുക്കും. അങ്ങനെയൊക്കെ പലവിധ മാറ്റങ്ങളും ഉണ്ട് കേട്ടോ. നമ്മുടെ കറി അപ്പോൾ തന്നെ റെഡി ആയിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഇതൊന്ന് ഉള്ളി അരിഞ്ഞിട്ടൊന്ന് മൂപ്പിച്ചെടുത്താൽ മതി. ഞാൻ ഇതുവരെ എണ്ണയൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. എല്ലാതും കൂടി ചേർത്തിട്ട് കുക്കറിൽ ഇട്ടിട്ടാണ് വിസിലടുപ്പിച്ചെടുത്തുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാനത് ചെറുള്ളി ചട്ടിക്ക് തന്നെ അങ്ങോട്ട് അരിഞ്ഞ് വെച്ചിരിക്കണം കേട്ടോ. കുറേ പാത്രങ്ങൾ നേരത്തെ ഉണ്ടാകുന്ന എഴുതിയിട്ടില്ലേ.
എളുപ്പപ്പണികളാണ് അതൊക്കെ. അപ്പോൾ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഉള്ളി ഒന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ. പിന്നെ ഞാൻ മഴയൊക്കെയാണെങ്കിലും എൻ്റെ ഇടയിൽ ഞാൻ പോയിട്ട് കറിവേപ്പിലൊക്കെ പറിച്ചുകൊണ്ട് നിൽക്കണം കേട്ടോ. നല്ല ഫ്രഷ് കറിവേപ്പില ഉണ്ടാകുമ്പോൾ പിന്നെ നമ്മൾ എന്തിന് ഇടാതിരിക്കണം. അപ്പോൾ ഞാൻ 2 നേരത്തെ ചേർത്ത് കൊടുത്തിനി, എന്നാൽ ബാക്കി 2 കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടി. പിന്നെ കുറച്ചൊരു കളറ് കുറവും എരിവ് കുറവും ആയപ്പോൾ ഒരിത്തിരി മുളകും പൊടി ഒന്ന് മൂപ്പിച്ചിട്ട് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ കേട്ടോ. അങ്ങനെ നമ്മളെ സോയാ കറി റെഡി ആയിക്കണം കേട്ടോ. ബീഫ് കറീനെ പോലുള്ള ബീഫ് കറീനെ വെല്ലണ സോയാ കറി അങ്ങനെയൊന്നുമില്ല കേട്ടോ. ബീഫ് കറീനെ വെല്ലാൻ ബീഫ് കറിക്ക് തന്നെ പറ്റുള്ളൂ. ബീഫ് കറീനെ വെല്ലാൻ മാത്രമുള്ള ടേസ്റ്റ് ഒന്നും തോന്നിയില്ല. പക്ഷെ എന്നാലും വലിയ കുഴപ്പമില്ല. ബീഫാണെന്നിങ്ങനെ വിചാരിച്ചിട്ട് ഇങ്ങനെ കഴിക്കാനൊക്കെ പറ്റും. ആ ഒരു ബീഫിൻ്റെ ആ ചേർക്കുന്ന മസാലയൊക്കെ ചേർത്തുകൊണ്ട് ആ ഒരു ബീഫിൻ്റെ ടേസ്റ്റൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നാലും എനിക്ക് വല്ലാതായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ നമ്മൾ ചോറും കറിയൊക്കെ റെഡിയായ സമയത്താണ് കേട്ടോ മീഷോന്ന് ഒരു സാധനം ഓർഡർ ചെയ്തിട്ടുണ്ടായിനി. അപ്പം അത് വന്നത്. ഇനി പോലും 2 ഇവിടെ ഉള്ള ദിവസമാണെങ്കിൽ പിന്നെ ഇതാണ് കേട്ടോ അവസ്ഥ. ആ ഒരു സാധനം പൊട്ടിക്കാൻ വേണ്ടിയിട്ട് പിന്നെ 2 വടിയേക്കാരം ഞാൻ തുറക്കാന്ന് പറഞ്ഞിട്ട്. പിന്നെ അത് പൊട്ടിക്കുന്ന കാര്യത്തിൽ കൂടി ഒരു പകുതി തീരുമാനിച്ചിലേക്കാണ് കേട്ടോ. ഒരു പകുതി ഓള് പൊട്ടിക്കുക, ഒരു പകുതി ഓന് പൊട്ടിക്കുക എന്ന് പറഞ്ഞിട്ട് ഓല് 2 അങ്ങനെ പകുതി തല്ലുകൂടുന്ന കണ്ടിട്ട് ഇവിടെ സെൻകൂട്ടെ ഭയങ്കര ചിരിയാണ് കേട്ടോ. എനിക്ക് വലപ്പം പൊട്ടിച്ചാൻ കൂടണ്ടേ ഓരല്ല ചിരിച്ചതൊക്കെ എന്തിനാ അത്രയും തൊള്ളി പടച്ച റബ്ബേ, ഒരു കത്തിയോ ഒരു കത്രികയോ എടുത്താൽ മതി. സ്പൂണ് വളയും. ഇങ്ങോട്ട് കൊണ്ടാട്ടെ. അപ്പം ഞാനൊരു വുഡൻ കട്ടിംഗ് ബോർഡാണ് കേട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓർഡർ ചെയ്തിട്ട് ഒരാഴ്ചേൻ്റെ മുകളിലായിട്ടുണ്ടായിരുന്നു. അപ്പം ഇതാ ഇപ്പോഴാണ് ആ സാധനം എത്തിയത് കേട്ടോ. അപ്പോൾ നമ്മുടെ കട്ടിംഗ് ബോർഡിൻ്റെ ഉദ്ഘാടനം ഈ വീഡിയോയിലില്ല കേട്ടോ. ഞാൻ നെക്സ്റ്റ് വീഡിയോയിലായിട്ട് കാണിച്ചു തരുന്നുണ്ട്. നമ്മളെ അടുത്ത് ഉണ്ടായിന് കട്ടിംഗ് ബോർഡ് പ്ലാസ്റ്റിക്കിൻ്റെ ഒക്കെ കട്ടിംഗ് ബോർഡാണല്ലോ. അപ്പോൾ പിന്നെ ഞാനൊരു വുഡൻ്റെ ഓർഡർ ചെയ്തതേനി കേട്ടോ. അങ്ങനെ കട്ടിംഗ് ബോർഡിൻ്റെ അൺബോക്സിംഗ് ഒക്കെ കഴിഞ്ഞ് ഞാൻ വീണ്ടും അടുക്കളയ്ക്ക് തന്നെ എത്തിക്കണം കേട്ടോ. ഒരുപാട് പാത്രങ്ങളുണ്ട് കഴുകാൻ. രാവിലെ ചായ കുടിച്ചപ്പോൾ മുതലുള്ള പാത്രങ്ങൾ കഴുകിയിട്ടില്ല കേട്ടോ. നല്ല മഴ ആയതുകൊണ്ട് ഒക്കെ ഇങ്ങനെ ഒരു കൂട്ടി വെച്ചിരിക്കിനി. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കഴുകാൻ ഒരു കുന്നോളം പാത്രം ഉണ്ട് കേട്ടോ. ഇപ്പോൾ ചെറുതായിട്ട് മഴയൊക്കെ ഒന്നൊന്ന് മാറി, എന്നാൽ നല്ലോണം മാറിയിട്ടുമില്ല. കുറച്ചൊന്ന് മൂടികാണ്ടാണ് നിൽക്കുന്നത് കേട്ടോ. അതാണ് അകത്തൊക്കെ ഒരു ഇരുട്ട് പോലെ. അപ്പോൾ അടുത്ത മഴ ഇങ്ങനെ പെയ്യാനായി ഇങ്ങനെ ഒരുങ്ങി ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പം ഞാൻ അതിൻ്റെ ഇടയിൽ കൂടെ അതിലും ഇതിലൊക്കെ നടക്കണത് എന്താ വെച്ചാൽ കാടി കൊണ്ടുപോയി കളയാനും ഒക്കെയാണ് കേട്ടോ. അപ്പോൾ കാക്കകൾ നിങ്ങൾ പോർന്നില്ലെങ്കിൽ ഞാൻ മോറിത്തരാം എന്നൊക്കെ പറഞ്ഞ് ഒരു 3-4 കാക്കകൾ വട്ടിട്ട് പിന്നാലുണ്ട് കേട്ടോ. അപ്പം ഇനി ഓൽക്കൊന്നും കൊടുക്കാതെ ഞാൻ വേഗം ഒന്ന് പാത്രമൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി വെക്കട്ടെ. അപ്പോൾ ഉച്ചക്ക് ഫുഡ് തിന്നാനില്ലേ പുറപ്പാടാണ് കേട്ടോ. തേങ്ങാച്ചോറും പിന്നെ നമ്മുടെ സോയാക്കറിയൊക്കെ കൂട്ടിയിട്ടാണ് ഉച്ചക്കത്തെ ഫുഡ്. എനിക്കെന്തോ സോയാക്കറി അത്രയ്ക്ക് കണ്ട് ഇഷ്ടമായില്ല കേട്ടോ. ബാക്കിയുള്ളവർക്കൊക്കെ ഇഷ്ടമായി, ഓലൊക്കെ നല്ല ഇഷ്ടത്തോടെ കഴിച്ചിട്ടുണ്ടേനി. പക്ഷെ എനിക്ക് മാത്രം അതങ്ങോട്ട് ഇഷ്ടമായില്ല. ഉച്ച കഴിഞ്ഞിട്ടുള്ള കലാപരിപാടികളിൽ പെട്ടതായിരുന്നു കേട്ടോ ഇതൊക്കെ. സിനിമോനെ ഷിമ്മിയൊക്കെ ഇട്ട് പെൺകുട്ടിയാക്കലും കൺവേഷിട്ട് കൊടുക്കലും ഒക്കെ. സിനിമോനാണെങ്കിൽ അതിനൊന്നും വലിയ താല്പര്യമില്ലാത്ത രീതിയിലാണ് കേട്ടോ. ഓനെ അതിനൊന്നും സമ്മതിക്കണുണ്ടായിരുന്നില്ല. ഒന്നാമത് ഓന് സമ്മതിച്ചാത്ത ഓനെ ഉറക്കൊക്കെ വന്നിക്കണ് കേട്ടോ. അപ്പൊ ഇവരിങ്ങനെ പിടിച്ചു വെച്ച് ഓരോന്ന് ചെയ്യേനി. എന്നിട്ട് ഓല് പിടിച്ചു വെച്ചത് ആ കൺവേഷിയൊക്കെ ഇട്ട് അതൊക്കെ വരച്ച് ആകെ അൽക്കുലത്താക്കിക്കണം കേട്ടോ സിനിമോന്റെ മുഖം. ഓൽക്കും തന്നെ മഴയൊക്കെ ആയിട്ട് പുറത്തിറങ്ങാൻ പറ്റാത്തതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഒരു ആക്ടിവിറ്റി വേണ്ടേ. അന്നത്തെ ദിവസം ഫുൾ മഴ തന്നെ ആയിരുന്നു കേട്ടോ. പിന്നെ അതാ ഉച്ച കഴിഞ്ഞ് നല്ല മഴയൊക്കെ പെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞങ്ങളും തന്നെ നല്ല ഉറക്കം പാസ്സാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ, ഞാനും സിനിമോനൊക്കെ. അങ്ങനെ ഞങ്ങൾ ഒരു ഉറക്കമൊക്കെ പാസ്സാക്കി എണീറ്റപ്പോഴും നല്ല മഴ പെയ്തുകൊണ്ടേയിരിക്കേന് കേട്ടോ. അപ്പൊ സിനിമോന് ഇവിടെ ഇരുന്ന് മഴ കണ്ട് ആസ്വദിക്കുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ കാറിന്റെ യന്ത്രങ്ങളുടെ പ്രവർത്തനമൊക്കെ അതും നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഈ സമയത്ത് നിയമോളെയും അജുവിനൊന്നും കാണാത്ത എന്താ വെച്ചാല് ഞങ്ങൾ ഉണരുന്ന സമയത്താണ് കേട്ടോ ഓല് 2 ഉറങ്ങിയിട്ടുണ്ടായിരുന്നത്. നല്ല തണുപ്പായതുകൊണ്ട് പിന്നെ ഓലും അവിടെ കിടന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. ഒന്നാമതും മുറ്റത്തേക്കൊന്നും ഇറങ്ങാനും പറ്റൂലല്ലോ.
അങ്ങനെ നല്ല മഴയൊക്കെ പെയ്ത് നല്ല കുളിർത്ത ഒരു ദിവസം കേട്ടോ. അപ്പൊ മഴയൊക്കെ മിസ് ചെയ്യണവർക്ക് നിങ്ങളെ മനസ്സും കുളിർന്നു എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ചെറിയൊരു വീഡിയോ ആയിരുന്നു. അപ്പോൾ ഇഷ്ടമായിക്കണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ വേണ്ടിട്ടോ. അതേപോലെ തന്നെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടൊക്കെ കാണുമല്ലുണ്ടെങ്കിൽ വീഡിയോസൊക്കെ ഒന്ന് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. പിന്നെ വീഡിയോക്ക് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. ഇപ്പൊ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുമ്പോൾ ഒന്ന് ക്ലിക്ക് ചെയ്താളി. അപ്പോൾ പിന്നെ നിങ്ങളുടെ അഭിപ്രായം എന്താ വെച്ചാൽ കമന്റ് ചെയ്യാം. അപ്പൊ വീണ്ടും നല്ല അടിപൊളിയായിട്ടുള്ള വീഡിയോസ് ഒക്കെ ആയിട്ട് ഞാൻ വരുന്നത് എല്ലാവരും കാത്തിരിക്കുമെന്ന പ്രതീക്ഷയിൽ അസ്സലാമു അലൈക്കും. ബൈ ബൈ.